ചെമ്പനീർ പൂ സീരിയല് സച്ചിയും രേവതിയും ഈ ചന്ദ്രമതിയും പിന്നെ ചന്ദ്രമതിയുടെ ബാക്കിയുള്ള കുട്ടികളും എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ചന്ദ്രമതി മോഷ്ടിച്ചതോ രേവതിയുടെ സ്വർണം അത് ഒന്നും ചോദിക്കുന്നില്ലേ? അത് മാത്രമല്ല, ഈ ചന്ദ്രമതിക്ക് എന്തുകൊണ്ടാണ് സച്ചിയോട് ഇത്ര ദേഷ്യം? എന്തേ, ചന്ദ്രമതി പ്രസവിച്ച മോളല്ലേ സച്ചി? അതോ വേറെ എന്തെങ്കിലും കഥയുണ്ടോ? സുധി എന്ത് തെറ്റാണ് ചെയ്തത്? സുധിയുടെ എന്തോ വലിയ ഒരു രഹസ്യം സച്ചിയും സച്ചിയുടെ അച്ഛനും മറച്ചു വെക്കുന്നുണ്ട്. അതാണ് ഈ സീരിയൽ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത്. പിന്നെ ശ്രുതിയുടെ കള്ളത്തരങ്ങളും. ഈ യുഗത്തിലെങ്ങാനും ശ്രുതിയുടെ കള്ളത്തരങ്ങൾ പിടിക്കുമോ? നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ ചെമ്പനീർ പൂ സീരിയൽ കാണുന്ന പ്രേക്ഷകരുടെ കമൻസാണ് ഞാൻ ഈ വായിച്ചത്. ടോപ്പ് കമൻസിൽ വന്നേക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചന്ദ്രയ്ക്ക് സച്ചിയോടുള്ള ദേഷ്യത്തിന് കാരണം ഇതുവരെ പറഞ്ഞിട്ടില്ല. സുധി ഇവരുടെ കള്ളത്തരം പുറത്തു വരുന്നുമില്ല. ബെസ്റ്റ് സീരിയൽ എന്നാണ് പറയുന്നത്. അപ്പം അതിന് റിപ്ലൈയും ഉണ്ട്. മിക്കവാറും 2050 ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ പുറത്തു വരുമായിരിക്കും. ഇവർ രേവതിയുടെ 10 പവൻ മോഷ്ടിച്ചതോ അത് കുറ്റമല്ലേ? കാര്യം ഇവിടെ ശരത്ത് പിടിച്ചു പറിച്ചു, തിരിച്ചു കൊടുത്തു, എല്ലാം നടന്നു, അത് ശരിയായി. എന്നിട്ട് അതിനെ എന്തോ വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ ചന്ദ്രമതി ഇതിനെ ഒരു ഇതായിട്ട് എടുക്കുകയാണ്. എങ്ങനെ സച്ചിനെ രേവതിനെ പുറത്താക്കണമെന്ന്. ഞാൻ പറയാണ്, എന്തിനാ അവിടെ കിടക്കണത്? അങ്ങ് പുറത്ത് പൊക്കുകൂടെ, സമാധാന സ്വസ്ഥതയും തിരിച്ചു കിട്ടുമല്ലോ. എന്തായാലും അവിടെ ഒരു ബെഡ്റൂം പോലും ഇല്ല, സ്വന്തമായിട്ട് ഒരു കിടക്കാനുള്ള ഒരു സ്ഥലം പോലും ഇല്ല. ഞാൻ ആലോചിക്കുന്നത്, ഈ സച്ചിയുടെ അച്ഛൻ ഈ ഹരിയേട്ടൻ എന്താ കാണിക്കുന്നത്? ഒരു റൂം പോലും കല്യാണം കഴിച്ച് ഇത്രയ്ക്ക് സച്ചിയോട് സ്നേഹമുള്ള, ആ വീട്ടിൽ ഏറ്റവും സ്നേഹം സച്ചിയോടാണ്. ഇത്രയ്ക്ക് സ്നേഹമുള്ള ഒരു അച്ഛൻ ഒരു റൂമെങ്കിലും പണിതിട്ടൂടെ? നമ്മളിപ്പോൾ ഇവിടെ വീടുകളിൽ കല്യാണം കഴിഞ്ഞ മക്കൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു റൂമെങ്കിലും നമ്മൾ പണിതിട്ട് കൊടുക്കും. കല്യാണം ഒരു റൂം പണിയാൻ എന്താ പ്രശ്നം, എന്താ പ്രയാസം? ഒരു റൂം പണിതുകൂടെ? അല്ലെങ്കിൽ സച്ചിക്ക് പണിതുകൂടെ? ഇപ്പോഴും ടെറസിൻ്റെ മുകളിൽ തന്നെയാണെന്നൊന്നും കിടക്കുന്നത്, എനിക്കറിയില്ല. അത് ഞാൻ കാണിക്കണില്ലല്ലോ. പക്ഷേ എന്നാലും ഇവർക്കൊരു റൂം പോലും ഇല്ലാത്തതുകൊണ്ട് പുറത്ത് വേറെ വീട്ടിൽ വാടക എടുത്ത് താമസിക്കുന്നതാണ് നല്ലത്. എനിക്കും അത് തന്നെ ഫീൽ ചെയ്യുന്നത്. എന്നാലേ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ അറിയുള്ളൂ രേവതി അവിടെ കിടന്ന് എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ളത്. കാര്യം രേവതിയാണല്ലോ എല്ലാവർക്കും വെച്ച് വിളമ്പുന്നത്. രേവതി പോയി കഴിഞ്ഞാൽ പിന്നെ ആര് വെച്ച് വിളമ്പും? ചന്ദ്രമതി വെച്ച് വിളമ്പും. അത്രേ ഉള്ളൂ. ശ്രുതി എന്തായാലും കയറാൻ പോകുന്നില്ല. മറ്റു കുട്ടിക്കാണെങ്കിൽ ഒന്നും അറിയത്തുമില്ല. അപ്പോൾ പിന്നെ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് എന്താ ഉണ്ടായത്? ചന്ദ്രമതിയോട് പോയി ചോദിക്കാൻ പോവുകയാണ് ആര്? രവിയേട്ടൻ. എന്തോന്ന്? ആ ശരത്തിനോട് ഒന്ന് മാപ്പ് ചോദിക്കുക. പക്ഷേ ഈ ഒരു അവസരം ചന്ദ്രമതി അതൊരു കുറുക്ക് വഴിയായിട്ട് എടുക്കുകയാണ്. ശ്രുതി വന്ന് പറയുന്നുണ്ട് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്, അവനെ ജയിലിലിടണം എന്നുള്ളത്. പക്ഷേ ഈ ഒരു അവസരം എങ്ങനെയെങ്കിലും രേവതിനെയും സച്ചിനെയും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി നോക്കുന്നത്. അപ്പോൾ തിന്മകൾക്ക് മാത്രം വിജയമുള്ളൊരു സീരിയലാണോ ഇതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പിന്നെ ഈ സീരിയൽ ഇങ്ങനെ ഈ തിന്മകൾ മാത്രം വിജയിച്ച് പോകുന്നത് കൊണ്ട് ആൾക്കാർക്ക് ഒരു വിഷമമുണ്ട്. കാര്യം നമുക്കൊരു സീരിയൽ കാണുമ്പോൾ നമുക്ക് ആ തിന്മകൾക്കും കൂടെ കറക്റ്റായിട്ട് അതിനുള്ള ഒരു ഇതും കൂടെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, ആകെ കൂടെ ഉള്ള ഒരു ആശ്വാസം സച്ചി നല്ല രീതിയിൽ വാക്കുകൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ബാക്കി എല്ലാ കാര്യത്തിലും ഈ തിന്മയാണ് ഈ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ആൾക്കാർക്ക് ഇതിനകത്തുള്ള അമർഷവും ദേഷ്യവും ഒക്കെ കാണുന്നത്. കണ്ട, അച്ഛൻ പാസവും കൊണ്ടിരുന്നാൽ ജീവിതം പാഴായി പോവത്തേ ഉള്ളൂ. വീട് വിട്ടു പോയാൽ സമാധാനമെങ്കിലും കിട്ടും. ഞാനതാ പറയണത്. അതിന് 60 ലൈക്കുണ്ട്. എനിക്കതേ പറയാനുള്ളൂ. സുധിയുടെ പറച്ചിൽ കേട്ടാൽ ഇത്രയ്ക്ക് നല്ലവനായ ഉണ്ണി വേറെ ഇല്ലാതെ പോലെയാണ്. അയ്യോ, സുധിയുടെ പിന്നെ പറയണ്ട പെർഫോമൻസ്. മോശം സീരിയൽ. എത്ര വർഷമായി സീരിയൽ ഒരു മാറ്റവുമില്ല. ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ചന്ദ്രയെ പറഞ്ഞു വിട്ടേരെ, കുടുംബകലഹം ഒഴിവാക്കുമല്ലോ. പുതിയ റേറ്റിംഗ് വന്നു. കാറ്റത്തെ കിളിക്കൂട് 1ാം സ്ഥാനം. ഞാൻ കാറ്റത്തെ കിളിക്കൂടിനെ കുറിച്ച് പറയാനിരിക്കുന്നേ ഉള്ളൂ. കാര്യം ഇങ്ങനത്തെ നമ്മൾ ഈ സീരിയൽ ഇങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഈ നെഗറ്റീവ്സ് മാത്രം ഇങ്ങനെ വിജയിച്ച് പോകുമ്പോൾ ആൾക്കാർക്ക് ഒരു ദേഷ്യം വരും. അത് കാണുമ്പം അത് കറക്റ്റായിട്ടുള്ള മറുപടി അപ്പം കിട്ടുമ്പോഴാണ് പ്രേക്ഷകർക്കും അതൊരു സന്തോഷം തോന്നുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചുരുളറിയാത്ത ഇങ്ങനത്തെ കുറേ രഹസ്യം, അതായത് സുധിയുടെ രഹസ്യം എന്താണ്? സുധി എന്ത് തെറ്റാണ് ചെയ്തത്? ഏറ്റവും വലിയ തെറ്റ് സുധി ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ തെറ്റ് ചെയ്തത് അതറിയണം. പിന്നെ ഈ ചന്ദ്രമതി ശരിക്കും പറഞ്ഞ ഈ സച്ചിയുടെ അമ്മയാണോ? എനിക്കറിയത്തില്ല. എനിക്ക് അതിനൊരു ഡൗട്ടുണ്ട്. സത്യമായിട്ട് എനിക്ക് അവിടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്കത് സച്ചിയുടെ അമ്മ വേറെ ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പറയണേ, സ്പോയിലറൊന്നും ആരും ഇടരുതേ. അപ്പോൾ ഇന്നത്തെ സീരിയലിനകത്ത് എന്തായിരുന്നാലും വക്കീൽ പറയാണ്, നിങ്ങൾ എന്തായാലും അച്ഛനോട് പറഞ്ഞിട്ട് ഈ കേസ് ഒഴിവാക്കണം, അമ്മയോട് പറയാൻ ഈ കേസിൽ നിന്ന് പിന്മാറണം എന്നുള്ളത്. അങ്ങനെ സച്ചി രേവതിയും കൂടെ അവിടെ പോയിട്ട് ഹരി ഏട്ടൻ്റെ കാല് പിടിക്കുകയാണ്. അച്ഛാ, ദയവ് ചെയ്ത് അമ്മയോടൊന്ന് പിന്മാറാൻ പറയൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല, എനിക്ക് പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ അച്ഛാ,
ഞാൻ ശരത്തിനെ കൊണ്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തിത്തരാം, നിങ്ങൾക്ക് എന്ത് ശിക്ഷ വേണോ നൽകാം, അവൻ്റെ ഭാവി കളയരുതെന്നൊക്കെ പറയുന്നു. ഇവിടെ ചന്ദ്ര കൂട്ടുകാരിയായ നമ്മുടെ ഭാമയുടെ വീട്ടിൽ പോയി ഇരിക്കുകയാണ്, ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അതിനിടെ കൂടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുധി കയറി വരുന്നുണ്ട്. അച്ഛാ, ഒരു കാരണവശാലും ഈ കേസിൽ നിന്ന് പിന്മാറാൻ അമ്മയോട് പറയരുത്, ഇത് അവൻ കള്ളനാണ്, അവൻ ജയിലിൽ പോയി കിടന്ന് അഴി എണ്ണണം, അല്ലെങ്കിൽ കുറ്റവാളിയായിട്ട് പുറത്തിറങ്ങേണ്ടി വരും. അപ്പം സച്ചിക്ക് ദേഷ്യം വന്ന് സുധിയുടെ കോളറിൽ കെളിപ്പിടിക്കണം. എടാ, നിനക്ക് മറ്റുള്ളവർ ജയിലിൽ പോകുന്ന കാണാൻ സന്തോഷമാണല്ലേ? മറക്കാൻ ആഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ കട്ട് ചെയ്യാണ്. അതൊക്കെ ഒന്ന് പെട്ടെന്ന് പറയുമോ, നമുക്ക് കൊതിയാവുന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സുധി അവിടെ നിന്ന് ഓടിപ്പോവേ പേടിച്ചിട്ട്. അത് കഴിഞ്ഞിട്ടാണ് സച്ചി ഇവിടെ അപേക്ഷിക്കുന്നു, രേവതി അപേക്ഷിക്കുന്നു. ഇവിടെ ചന്ദ്ര ഭാമയുടെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ഭാമ വന്ന് പറയണം, ചന്ദ്ര എന്തെങ്കിലും കഴിക്ക്. അപ്പോൾ ഇല്ല രവിയേട്ടനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അത് പിന്നെ ഞാൻ നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ രവിയേട്ടനെ എൻ്റെ അടുത്ത് സംസാരിക്കുകയുള്ളൂ, മക്കളെ പോലെയല്ല. ശരിയാണ്, രവിയേട്ടനോട് പ്രത്യേക സ്നേഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് തീരും മുന്നേ രവിയേട്ടൻ വരെയാണ്. എന്താ രവിയേട്ടൻ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ടാണോ വന്നത്? ഇല്ല, നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയതല്ലേ, നീ തനിയെ വരണം, നീ പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്താണ്? അല്ല, എനിക്ക് പറയാനുള്ളത് വേറെ കുറച്ച് കാര്യങ്ങളാണ്. ശരത്തിനെ ഇങ്ങനെ ജയിലിൽ കിടത്തിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ് ചന്ദ്രേ? എനിക്കൊന്നും കിട്ടാനൊന്നുമില്ല. എനിക്ക് കിട്ടാനുണ്ട് മനസ്സമാധാനവും സുഖവും. അവൻ അവിടെ ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന കാണുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. എൻ്റെ മാല പിടിച്ച് പറിച്ചത്, അപ്പം ചന്ദ്രമാല അടിച്ചു മാറ്റിയതും മോൻ്റെ കുറ്റങ്ങളൊക്കെ മറച്ചു വെക്കുന്നതും അത് തെറ്റൊന്നുമല്ലേ? അപ്പം അല്ല, അങ്ങനെ പറയല്ലേ ചന്ദ്രേ, നീ കാരണം ഒരു വീട് മൊത്തം വിഷമത്തിലാവും. ആ രേവതി എന്നാണോ നിങ്ങൾ രേവതിയെ വീട്ടിൽ വലിച്ച് കയറ്റിയത്, അന്ന് തൊട്ട് നമ്മുടെ വീട് ഫുൾ നരകത്തിലാണ്. അപ്പം രവിയേട്ടൻ പറയും, അയ്യോ അങ്ങനെ പറയല്ലേ ചന്ദ്രേ, അവൾ വന്നു കയറിയ ശേഷം നമ്മൾ വീടായി മാറിയത്, നീ ഒന്ന് ക്ഷമിക്ക്. ഞാൻ ക്ഷമിക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ, ഞാൻ അവനെ കേസ് പിൻവലിക്കാം, പക്ഷേ രേവതിയും സച്ചിയും ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. എനിക്ക് സമാധാനം. എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ വേറെ ഏതെങ്കിലും വാടക വീടെടുത്ത് താമസിക്കാൻ നോക്കും, വേറെ പണിയൊന്നുമില്ലേ? ഇത്രയും ഒരു സ്വന്തമായിട്ടൊരു റൂമില്ല, എന്തെന്നാണിത്? മോളിൽ ടെറസിൽ പോയി കിടക്കുന്നു. ഇത്രയ്ക്ക് അച്ഛനോട് സ്നേഹം, ആ അച്ഛന് തിരിച്ചെന്തെങ്കിലും സ്നേഹം വേണ്ടേ? സ്വന്തം മോൻ ഇങ്ങനെ കിടക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യും മക്കളെ, ഒരു ഓലപ്പരയെങ്കിലും ഫ്രണ്ടിൽ കെട്ടി താമസിക്കുക, അല്ലാതെ പിന്നെ എന്തെന്ന് പറയും. എങ്ങനെയും നമുക്കൊരു അടച്ചെറുപ്പുള്ള ഒരു റൂമെങ്കിലും ഒരു മോൻ ഇത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ മോനെ നിനക്ക് ഇവിടെ കിടക്കാൻ സ്ഥലമില്ല, നീ ഒരു കാര്യം ചെയ്യും, നീ പുറത്തൊരു കുഞ്ഞു വാടക വീടെടുത്ത് മാറ്, എന്നെ ദിവസവും വന്ന് കണ്ടാൽ മതി. അങ്ങനെയൊക്കെയല്ലേ പറയേണ്ടത്? ഇങ്ങനെ എനിക്കൊന്നും അത് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ അച്ഛനെ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുന്നു, അത് അവർക്ക് ജീവിക്കേണ്ടേ, അവർക്ക് ജീവിതമില്ലേ, എന്തെന്നാണിത്? അപ്പോൾ എനിക്കതോട് ഭയങ്കര ഒരു ദേഷ്യമുണ്ട് കേട്ടോ ആ ഒരു കാര്യത്തിൽ. അപ്പോൾ തന്നെ അപ്പോൾ ചന്ദ്ര പറയണം, അപ്പോൾ ചന്ദ്രയോട് രവിയേട്ടൻ ദേഷ്യപ്പെടുകയാണ്, നീ എന്തെന്നാ പറയണത്? രേവതി എത്ര സഹിച്ചിട്ടാണ് നമ്മുടെ വീട്ടിൽ നിൽക്കണത്? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. പിടിവാശി ഞാൻ പിടിച്ചിരിക്കും, എനിക്ക് അവന് പോയേ പറ്റത്തുള്ളൂ. പിടിവാശി നല്ലതല്ലേ എന്ന് പറയാം. അങ്ങനെ ഈ രവിയേട്ടൻ പുറത്ത് ദേഷ്യത്തോടെ ഇറങ്ങുന്നു. അപ്പോൾ ശ്രുതിയും കൂടെ പറയണം, അയ്യോ അച്ഛാ, എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്? അമ്മേനെ കൊണ്ടുപോകാനാണോ? കൊണ്ടുപോകാനല്ല, പിന്നെ എന്തിനാണ്? കേസിൽ നിന്ന് പിൻവലിക്കാനൊക്കെ ആയിരിക്കും അല്ലേ? അതെന്താണെന്നുള്ളത് നീ അകത്ത് പോയി ചോദിക്കുന്നത് പറഞ്ഞ് രവിയേട്ടൻ ദേഷ്യപ്പെട്ട് പോകുന്നു. അപ്പോൾ സുധി, അമ്മയെ കേസ് പിൻവലിക്കല്ലേ, അവനെ എങ്ങനെയെങ്കിലും ജയിലിലിടണം ആ ശരത്തിന്, അല്ലെങ്കിൽ അമ്മേനെ വന്നിട്ട് കത്തിയെടുത്ത് കുത്തും, നോക്കിക്കോ എന്നൊക്കെ പറയോ. നീ എന്നെ പേടിപ്പിക്കാതെടാ, അമ്മ ഒന്ന് പറയമ്മ, ഞാൻ വേണമെങ്കിൽ സച്ചിനെ പോയിട്ട് അടിച്ച് പുറത്തിറക്കാം. എടാ, നീ അടിക്കാനൊന്നും പോയേക്കരുത്. അയ്യോ അമ്മയ്ക്ക് എന്നോട് ഇത്ര സ്നേഹമോ? അതുകൊണ്ടൊന്നും അല്ല, അവൻ വല്ലതും നീ വല്ല അവനെ അടിക്കാൻ പോയി അവൻ നല്ല അടിച്ച് കൊല്ലും. എൻ്റെ ലക്ഷ്യം വേറെയാണ്. ചന്ദ്ര പറയാണ്, എങ്ങനെയെങ്കിലും ഈ ഒരു സംഭവം ഞാനൊരു വഴിയാക്കി എടുത്ത് എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ കാര്യം ഞാൻ രണ്ടുപേരെ ഞാൻ പുറത്താക്കുന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീകാന്തും ഭാര്യയും വരുന്ന സീനാണ്. അപ്പം ശ്രീകാന്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, സച്ചിയേട്ടാ അതേപോലെ തന്നെ രേവതി, ഞാൻ പണ്ട് ശരത്തിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. കാര്യം എൻ്റെ പിന്നിലൊരു കഥയുണ്ടെന്നും ചന്ദ്രാമ്മ ഭയങ്കരമായ രീതിയിൽ ശരത്തിനെ വഴക്ക് പറഞ്ഞു, അതുകൊണ്ടുള്ള ദേഷ്യം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ മനസ്സിലായി, വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സച്ചി പറയാണ്, എന്തായി കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറഞ്ഞു, അച്ഛൻ ഇവിടെ അമ്മയോട് പറയാൻ പോയിട്ടുണ്ട്, അമ്മ എന്തായാലും അച്ഛൻ പറയണ കേൾക്കും, കാര്യം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഹരിയേട്ടൻ്റെ ആ വരവ്. ഹരിയേട്ടൻ വന്ന് മിക്കവാറും ആ കാര്യം പറയും, നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകണമെന്ന് പറയും. മിക്കവാറും സച്ചി രേവതിയും പുറത്തിറങ്ങി പോകുന്നതാണ് നല്ലത്. എനിക്കും അതാണ് ആഗ്രഹം. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവട്ടെ ഈ സീരിയലിന്. പിന്നെ അല്ലാണ്ട് അങ്ങനെ അവർക്ക് സന്തോഷമായിട്ട് അവരവിടെ സന്തോഷമായിട്ട് ജീവിക്കണം. ആ രേവതിക്ക് രാവിലെ തൊട്ട് എല്ലാവർക്കും വെച്ച് വിളമ്പലല്ലേ പരിപാടി, എന്നിട്ട് വെച്ച് വിളമ്പിയിട്ട് എന്ത് കിട്ടാനാണ്? ഫുൾ വായിരിക്കണമെന്ന് മൊത്തം കേൾക്കാൻ വേണം. എന്തിന് ഇവർക്കൊക്കെ വെച്ച് വിളമ്പി കൊടുക്കുന്നത്? വേറെ പണിയൊന്നുമില്ലേ? വട്ടാണോ? ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ? ഇത്രമാത്രം നമ്മളെ ദ്രോഹിക്കാനും നമ്മളെ നശിച്ചു കാണാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വെച്ച് വിളമ്പി കൊടുത്ത് അവരുടെ വായിരിക്കണമെന്ന് കേട്ട് ദയവേത് നിങ്ങളതൊന്നും ചെയ്യാൻ നിൽക്കരുത്. വേറെ പണിയൊന്നുമില്ല. അത്രയും സർവ്വസഹയും നന്മ മരമൊന്നും ആക്കണ്ട. നിങ്ങൾ എനിക്ക് നല്ല പിള്ള അല്ലെങ്കിൽ നല്ല പിള്ളേർ നല്ലവനാവാൻ ഒരിക്കലും ശ്രമിക്കരുത്.
ഒരിക്കലും എല്ലാവരെയും സന്തോഷിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനും ഒന്നും കഴിയില്ല. നമ്മൾ എത്രമാത്രം നല്ലവനാവാൻ ശ്രമിക്കുന്നോ, നല്ല പിള്ള ചമയൊന്നല്ല, നമ്മൾ നല്ലവനാവാൻ ശ്രമിക്കുന്നു, നമ്മൾ അത്രയും മാത്രം ദുഃഖിക്കത്തേ ഉള്ളൂ, വേറെ ഒരു പ്രയോജനമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഈ ഭൂലോകത്തെ ഉണ്ടാവൂല, എപ്പോഴേ വീടെടുത്ത് മാറിയിട്ടുണ്ടാവും. ഇങ്ങനെ ആൾക്കാരുണ്ടാവുമോ? ഉള്ള പഴിയും ചീത്തവിളിയും എന്ത് പറഞ്ഞാലും രേവതി നീയാണ് കാരണം, നീയാണ് എന്നും പറഞ്ഞ് ഫുൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ മുഴുവൻ തൂത്തുവാരി തുടച്ച് അവർക്ക് വേണ്ടി എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി ഓരോരുത്തർക്ക് പ്രത്യേക ഫുഡും. എന്തെന്നാണിത്? വേറെ പണിയൊന്നുമില്ലേ? അല്ലെങ്കിൽ ഇത്രയും വലിയ കോടീശ്വരിയായ മരുമക്കളൊക്കെ ഉള്ളതല്ലേ ഒരു ജോലിക്കാരി നിർത്തുക അല്ലേ? അല്ല പിന്നെ. എന്നിട്ട് ഫുൾ പഴി. അങ്ങനെയാണെങ്കിൽ രേവതി സച്ചി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കഥയ്ക്ക് ഒരു ട്വിസ്റ്റ് എങ്കിലും ഉണ്ടാവട്ടെ അല്ലേ? നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ പ്രേക്ഷകരുടെ അമർഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എഴുതുന്ന ഡയറക്ടർ, കഥ എഴുതുന്ന ആളും ഡയറക്ടറും ഇതൊക്കെ കാണട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.